അഫാൻ ചികിത്സയിലുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത് രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അഫാന് പ്രശ്നങ്ങളൊന്നുമില്ല, ഇന്നലെ എലിവിഷം കഴിച്ചു എന്നായിരുന്നു ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ വന്ന് അഫാൻ പറഞ്ഞത്. അതിന് പിന്നാലെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ അഫാന്റെ നില വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ ഇനി പോലീസിന് അറിയേണ്ടത് എന്തിനാണ് ഈ ഒരു കൊലപാതകമെന്ന്, സാമ്പത്തിക ബാധ്യതയാണ് എന്നുള്ള മൊഴി പോലും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ഇനി എന്തൊക്കെയാണ് പോലീസിൻ്റെ നീക്കങ്ങൾ? നേരത്തെ ഈ ചുള്ളാളത്തെ വീട്ടിലും അതുപോലെ തന്നെ അഫാന്റെ വീട്ടിൽ നിന്നെല്ലാം നമ്മുടെ പ്രതിനിധികൾ പറഞ്ഞത് സാമ്പത്തിക ബാധ്യത എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ കുടുംബത്തിന്. പക്ഷേ അത് അഫാനെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അഫാന്റെ പിതാവും പറയുന്ന ഒരേ കാര്യം തന്നെയാണ്, തനിക്ക് 25 ലക്ഷം രൂപയ്ക്ക് മേൽ കടമുണ്ടായിരുന്നു, അത് താൻ തന്നെ തീർക്കും, അത് അഫാന്റെ മേലിൽ വെച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഒപ്പം എന്തിനാണ് ഈ ഒരു ക്രൂര കൊലപാതകങ്ങൾ നടത്തിയെന്നുള്ള കാര്യം, ഇനി എന്തൊക്കെയാണ് പോലീസിന്റെ നടപടിക്രമങ്ങൾ? നേരത്തെ നൽകിയ മൊഴികളുമായിട്ടുള്ള സാമ്യങ്ങളും അതിൽ പോലീസിനുള്ള സംശയങ്ങളുമെല്ലാം പുതിയ ചോദ്യം ചെയ്യലിൽ തീർക്കാമെന്നുള്ളതാണ് പോലീസിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം തന്നെ മജിസ്ട്രേറ്റ് എത്തി അഫാന്റെ മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട ആവശ്യം പോലീസിനുണ്ട്. പ്രത്യേകിച്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ പോലീസിന് ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട വിഷയം ഈ മരണത്തിന് കാരണമായേക്കാവുന്ന അല്ലെങ്കിൽ കൊലപാതകത്തിന് പിന്നിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പലവിധമായ വിഷയങ്ങൾ പറഞ്ഞു കേൾക്കുന്നു, പലവിധമായ സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നു. അപ്പോഴും അടിസ്ഥാനപരമായ വിഷയം സാമ്പത്തികത്തിന് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി സ്വന്തം വീട്ടുകാരെ അഫാൻ കൊലപ്പെടുത്തിയതാണോ എന്നുള്ളതാണ്. ആ ഒരു നിഗമനത്തിലേക്ക്, ഒരു പ്രാഥമികമായ അത്തരമൊരു നിഗമനത്തിലേക്ക് പോകാമെങ്കിലും 100% അത് ഉറപ്പിക്കേണ്ടതുണ്ട്. അന്വേഷണത്തിലൂടെ അതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തിയിട്ട് മറ്റ് പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയിട്ട്, കാരണം ഇപ്പോൾ നടക്കുന്ന ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും ഈ കൊലപാതക രീതിയുമായി ബന്ധപ്പെട്ട് അഫാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്നുള്ളത് വ്യക്തമാകും. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമികമായ വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നാൽ മാത്രമാണ് പൂർണ്ണമായും ഈ രീതിയിൽ ഈ പറയുന്ന അഫാന്റെ കൊലപാതക രീതി അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് കൃത്യമായൊരു വിവരം ലഭിക്കുകയുള്ളൂ. അതിനുശേഷമാണ് കൂടുതൽ പരിശോധനകളിലേക്ക്, പ്രത്യേകിച്ച് അഫാന്റെ മാനസിക നില അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത്ര വലിയ ക്രൂരമായ ഒരു കൊലപാതകം, അതും സ്വന്തം കുടുംബാംഗങ്ങളെ തന്നെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം, മകനെ പോലെ എന്ന് സ്നേഹിച്ചു എന്ന് നാട്ടുകാർക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഇളയ കുഞ്ഞിനെ പോലും കൊലപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെ അഫാനെ നയിച്ച ആ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് പോലീസിന് നിശ്ചയിക്കേണ്ടതുണ്ട്. ഇതിന് വിദഗ്ധരുടെ അടക്കം സഹായം തേടിക്കൊണ്ട് ഇത്തരം പരിശോധനകളൊക്കെ നടക്കും എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1-ാം വാർഡിൽ ചികിത്സയിലുണ്ടായിരുന്ന അഫാൻ ഇപ്പോൾ ഒരു മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം 1-ാം വാർഡിൽ വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് അഫാന്റെ റൂമിലേക്ക് മാറ്റിയത്. ഇത്തരമൊരു കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള യുവാവ് വന്നിട്ടുണ്ട് എന്നറിയുമ്പോൾ ആ അഫാനെ കാണാൻ ആൾ കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അവിടെ വലിയ തിരക്കൊക്കെ ആയതിനു ശേഷമാണ് ഇപ്പോൾ ഒരു മുറിയിലേക്ക് അഫാനെ മാറ്റിയിരിക്കുന്നത്. എന്തായാലും അഫാന് ഇപ്പോഴും ഒരു കൂസലുമില്ല എന്നുള്ളതാണ് ആശുപത്രിയിലെ ഇയാളെ നേരിൽ കണ്ട മറ്റ് രോഗികളുടെ കൂട്ടിരിപ്പുകാരും ഒക്കെ പറയുന്നത്. പോലീസുകാരോട് സംസാരിക്കുന്നുണ്ട്, ആളുകളോടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. വലിയ വിഷമമുള്ള പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു തെറ്റ് ചെയ്തതുപോലെയുള്ള മുഖഭാവമൊന്നും അഫാന് ഈ നിമിഷം വരെ ഇല്ല എന്നുള്ളതും മെഡിക്കൽ കോളേജിലെ 1-ാം വാർഡിൽ ഉണ്ടായിരുന്ന മറ്റ് രോഗികളായിട്ടുള്ള ആളുകളുടെയൊക്കെ ബൈസ്റ്റാൻഡേഴ്സായി നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പരിശോധനയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്, കൃത്യമായ മൊഴിയെടുപ്പുമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് അഫാന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതിനുശേഷം നേരത്തെ നൽകിയ മൊഴിയുമായി അത് പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കും. ഒപ്പം അഫാന്റെ വീട്ടിലും ഈ സംഭവം നടന്ന 3 കൊലപാതകങ്ങൾ നടന്ന 3 ഈ പറയുന്ന രീതിയിൽ അഫാന്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണോ കാര്യങ്ങൾ എന്നുള്ളത് പോലീസ് കൃത്യമായി പരിശോധിക്കും. തുടർന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി ഈ പറയുന്ന പണം ആവശ്യപ്പെട്ടു വീട്ടുകാരോട്, ആ ആവശ്യപ്പെട്ട പണം നൽകാത്തതിനാൽ കൊലപാതകം നടത്തി എന്നുള്ള, അതിൻ്റെ വൈരാഗ്യത്തിൽ കൊലപാതകം നടത്തി എന്നുള്ളൊരു ചിന്തയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രാഥമികമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൽ തന്നെ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. പ്രത്യേകിച്ച് അഫാന് ഈ പറയുന്ന സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അഫാന്റെ പിതാവ് തന്നെ പറയുന്നത്. അതായത് ആ ബാധ്യത വഹിച്ചിരുന്നത് പിതാവാണ്. അതിൽ അഫാൻ ഏതെങ്കിലും തരത്തിൽ ബാധ്യത വീട്ടേണ്ടതോ അല്ലെങ്കിൽ അതിലേതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിനുള്ള നടപടിക്രമങ്ങൾ, അതിനുള്ള ശ്രമങ്ങളുമായി താൻ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഗൾഫിലുള്ള അഫാന്റെ പിതാവ് കൃത്യമായി പറയുന്നത്. അപ്പോൾ ആ പറയുന്ന രീതിയിലുള്ള ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി അഫാൻ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്, സ്വർണ്ണവും മറ്റുമൊക്കെ പണയം നൽകാനെന്ന് ഈ കൊല്ലപ്പെട്ട
ആളുകളോടൊക്കെ അഫാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെയാണ് ഏറ്റവും ഗുരുതരമായ 2 ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പലരും ഉന്നയിച്ചതായി അല്ലെങ്കിൽ സംശയമുള്ളതായിട്ടൊക്കെ വന്നത്. പ്രത്യേകിച്ച് ഈ അഫാൻ ഒരു ലഹരി മരുന്നടിമയാളാണോ എന്നുള്ളൊരു സംശയം അവിടെ ഉയർന്നു വന്നിരുന്നു. അതിനായിട്ടുള്ള ശാസ്ത്രീയമായ പരിശോധനകൾക്ക് അഫാന്റെ രക്തമടക്കം ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് ആ പരിശോധനാ ഫലങ്ങളും കൂടി ഒരു പക്ഷേ പുറത്തു വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ വ്യക്തതയില്ല എങ്കിലും അപ്പോൾ അത്തരമൊരു സംശയത്തിലേക്ക് നീങ്ങുന്നു. ഈ പറയുന്ന രീതിയിൽ മയക്കുമരുന്നടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണോ അഫാൻ എന്നുള്ളത് അത് വ്യക്തമാക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഈ സാമ്പത്തികം ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ സ്വർണ്ണമടക്കം പണയം വെക്കാൻ തരണമെന്ന് തൻ്റെ ഉമ്മയോടക്കം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ആർഭാടത്തിനും മറ്റ് സുഖസൗകര്യങ്ങൾക്കും വേണ്ടിയാണോ, ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടിയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ചോദ്യം അവിടെ ആ ഒരു ചോദ്യവും കൂടി ബാക്കി നിൽക്കുന്നു. അങ്ങനെ ആ പണം നൽകാത്തതിനെ തുടർന്നുണ്ടായ വൈകാരികമായ പ്രതികരണം അല്ലെങ്കിൽ പെട്ടെന്ന് ബന്ധുക്കളെല്ലാം കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു, അതിനൊരു കൃത്യമായ പ്ലാൻ ഇടുന്നു, ആ പ്ലാൻ പ്രകാരം കാര്യങ്ങൾ നടപ്പിലാക്കി പോയതാണ് എന്നുള്ള സംശയവും നിലനിൽക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും അന്വേഷണം എത്തേണ്ടതുണ്ട്. ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ചില കൂട്ടക്കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില സമയത്ത് അത്തരം വിഷയങ്ങളിലൊക്കെ മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ കേതൽ കേസൊക്കെ പറയുന്നത് പോലെ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് പോലെ വിവിധ തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. പോലീസ് എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ അടക്കം സ്വാധീനം, അവിടെ കാണുന്ന വീഡിയോകളും ഒക്കെ ഈ പറയുന്ന രീതിയിൽ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നിട്ടടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കൃത്യമായി പരിശോധിക്കുന്നു. കാരണം ഒന്ന്, ഈ പറയുന്നവരെല്ലാവരും അടുത്ത ബന്ധുക്കളാണ്. പണം നൽകാത്തതിൻ്റെ പേരിൽ ഇവരെയൊക്കെ കൊല്ലാൻ മാത്രമുള്ളൊരു വൈരാഗ്യം അത് അഫാൻ ഉണ്ടായത് എങ്ങനെ എന്നുള്ളതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഒരു പക്ഷേ അതിന് കാരണമായേക്കാവുന്ന ഏതെങ്കിലും തരത്തിൽ ലഹരി മരുന്നിൻ്റെ ഉപയോഗവും മയക്കുമരുന്നുകളുടെ ഉപയോഗവും ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല പോലീസ് ഈ ഘട്ടവും. പക്ഷേ ഇപ്പോഴും സാമ്പത്തിക വിഷയം, അഫാൻ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അല്ലെങ്കിൽ അഫാന്റെ കയ്യിൽ പണത്തിന് കുറച്ചില കുറവുണ്ട് എന്നുള്ളൊരു വിഷയം. അതേസമയം വീടിന്റെ വലിയ